പുരുഷന്മാർക്ക് ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ബലഹീനത, തളർച്ച ഇവയൊക്കെയാണ്. ചിലർക്ക് കുറച്ച് മുന്നോട്ട് പോകാൻ പറ്റും, പക്ഷെ അപ്പോഴേക്കും ബലഹീനമാകും. ചിലർക്കാണെങ്കിൽ തുടങ്ങാൻ പോലും പറ്റില്ല. കാര്യം ഒരു രീതിയിലുള്ള ഉണർവും ഊർജവും കാണില്ല. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ശാരീരികമായ കാരണങ്ങളുമുണ്ട്, മാനസികമായ കാരണങ്ങളുമുണ്ട്. ആദ്യം നമുക്ക് ശാരീരികമായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും ഇങ്ങനെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം. ആ ഭാഗത്തേക്കുള്ള ശരിയായ രക്തഓട്ടം നടക്കാതിരിക്കുമ്പോഴാണ്. അതിന് കാരണം ചിലപ്പോൾ പ്രമേഹമാകാം, BP കൂടുതലാകാം, കൊളസ്ട്രോൾ കൂടുതലാകുമ്പോഴാകാം, ഇല്ലെങ്കിൽ അമിതവണ്ണമാകാം, വേറെ തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളാകാം. ഒരു ഉദാഹരണത്തിന് ഷുഗർ കൺട്രോൾ അല്ലെങ്കിൽ അത് രക്തക്കുഴലുകളെയും രക്തഓട്ടത്തെയും ബാധിക്കാം, അതേപോലെ തന്നെ ഞരമ്പുകളെയും ബാധിക്കാം. അപ്പൊ രണ്ടും കൂടെ ചേരുമ്പോഴേക്കും അമിതമായ ബലഹീനത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതേപോലെ മറ്റു പല രോഗങ്ങളിലും സംഭവിക്കാം. ഇനി അടുത്തൊരു മേജർ പ്രശ്നം എന്ന് പറയുമ്പോഴേക്കും പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ കുറയുന്നതാണ്. അത് കുറയാൻ കാരണമാകുന്നതും ഈ ജീവിതശൈലി രോഗങ്ങളാകാം, അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കുറയാം. അമിതവണ്ണം, വ്യായാമമില്ലാത്ത ജീവിതം, അമിതമായ പുകവലി, മദ്യപാനം, പിന്നെ അതേപോലെ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ടി വരുന്ന അവസ്ഥയുള്ള ചില രോഗങ്ങളുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്കും ഈ ബലഹീനതകൾ വരാം. ഉദാഹരണത്തിന് BP അല്ലെങ്കിൽ മാനസിക അസുഖങ്ങൾക്കൊക്കെ മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്കുണ്ടല്ലോ, അവർക്കും മരുന്നുകളുടെ പാർശ്വഫലം കൊണ്ട് ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകാം. അപ്പോൾ ആ മരുന്നുകൾ ഉപയോഗിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും അതിന്റെ കൂട്ടത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഫോളോ അപ്പ് ഉണ്ടാകണം. പിന്നെ താൽക്കാലികമായ ചില അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുമ്പോഴേക്കും താൽക്കാലികമായ ബലഹീനതകളും ഉണ്ടാകാം, അത് ഓർക്കണം. താൽക്കാലികമായ മരുന്നുകൾ കഴിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് താൽക്കാലികം തന്നെയാണ്, കുറെ നാൾ കഴിയുമ്പോഴേക്കും അതൊക്കെ പോയിട്ട് പഴയ രീതിയിലാകും. പിന്നെ മാനസികമായ പല കാരണങ്ങളുമുണ്ട്. സ്ട്രെസ്, ടെൻഷന്, ആങ്സൈറ്റി, പിന്നെ വിഷാദ രോഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്കും ഇതേപോലുള്ള ബലഹീനതകൾ വരാം. അവർക്ക് ചിലപ്പോൾ ശരീരത്തിൽ ഒരു കുഴപ്പം കാണില്ല, രോഗങ്ങളൊന്നും കാണില്ല, അവിടെ മാനസികമായ പ്രശ്നങ്ങൾ ബലഹീനത ഉണ്ടാക്കുകയാണ്. പിന്നെ ചിലപ്പോൾ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ടെസ്റ്റോസ്റ്റിറോണിന്റെ പുരുഷ ഹോർമോണിന്റെ അളവും കുറയ്ക്കാം. അപ്പോൾ ഇതിന്റെ പ്രധാന പരിഹാരം ജീവിതശൈലി മെച്ചപ്പെടുത്തുക, എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ട് ചികിത്സിക്കുക, പിന്നെ ഏതെങ്കിലും മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ പാർശ്വഫലമായിട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് ഡോക്ടറോട് പറഞ്ഞിട്ട് അതിൻ്റെ പാർശ്വഫലങ്ങൾ കുറയ്ക്കാനും ഇത്തരം കാര്യങ്ങൾക്ക് കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്യുന്ന മരുന്നുകൾ അതിൽ ആഡ് ചെയ്തിട്ടും കാര്യങ്ങൾ ക്ലിയർ ആക്കിയെടുക്കാം. ഇനി മാനസികമാണെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ കണ്ടിട്ട് കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാൻ തെറാപ്പിയും കൗൺസിലിംഗും ഒക്കെ കൊണ്ടിട്ട് റെഡിയാക്കാം. ചിലപ്പോൾ മരുന്നുകളുടെ ആവശ്യം വരും ചെറിയ കാലത്തേക്ക്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ വ്യാജ മരുന്നുകളോ കണ്ണിൽ കണ്ട മരുന്നുകളോ വാങ്ങി കഴിക്കുന്നതിന് പകരം ആദ്യം നിങ്ങൾ കാണാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ചോയ്സ് യൂറോളജിസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും യൂറോളജിസ്റ്റിനെ കാണുക. ഇഷ്ടം പോലെ മരുന്നുകൾ ലഭ്യമാണ്, പണ്ടത്തെ പോലെയല്ല, അത്യാധുനികമായ മരുന്നുകൾ ലഭ്യമാണ്. പൂർണ്ണമായും ഇത് മാറ്റിയെടുക്കുക എന്നുള്ളത് ഓർക്കുക.